നടനും എഴുത്തുകാരനുമായ മധുപാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മധുപാൽ, സാഹിത്യ കുലപതിയാണ് വിട നൽകിയിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മലയാളം എന്ന വാക്കിന് കൃത്യമായിട്ടും ലോകമെങ്ങും ഒരു അർത്ഥമുണ്ടാക്കിയിട്ടുള്ള മലയാളം എന്ന ഒരു അക്ഷരത്തിന് അതിന്റെ എല്ലാ അർത്ഥത്തിലും സജീവമായ സാന്നിധ്യമായി മാറിയ ഒരു മനുഷ്യന്റെ വിയോഗമാണ് എം.ടി. വാസുദേവൻ നായരുടെ ഈ ദേഹവിയോഗം എന്നുള്ളത് കാണേണ്ടി വരും. കാരണം ലോകമെങ്ങുമുള്ള മലയാളിക്ക് ഈ മനുഷ്യൻ അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചില ക്യാമ്പുകൾക്കൊക്കെ പോകുമ്പോൾ, കുട്ടികളുടെ ക്യാമ്പുകളിൽ പോകുമ്പോൾ പോലും അവർ വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് എം.ടി. വാസുദേവൻ നായർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് 10ാം ക്ലാസ്സിൽ ഇപ്പോൾ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ പോലും എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരനെ അറിയാൻ പറ്റുന്നു എന്നുള്ളത് ആ എഴുത്തുകാരൻ ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ ഭാഷയോട് ഉള്ള സ്നേഹം, ഭാഷയോട് അദ്ദേഹം കാണിച്ചിട്ട കൈക്കരുത്തുകൾ, ഈ ഓരോ കഥകളിലും ചെയ്തു വെച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടൊരു പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ, വളരെ ലോകമെങ്ങും നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള വരികൾ, ഇതൊക്കെ ഒരു എഴുത്തുകാരന് മാത്രം കഴിയുന്നത്. കാരണം അത്രമേൽ സജീവമായിട്ട് ആ ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നൊക്കെ അതിനകത്ത് ഒന്നാമത്. രണ്ടാമത്തെ കാര്യങ്ങൾ വെച്ചാൽ ഇപ്പം ആദ്യത്തെ നാലുകെട്ട് എന്ന് പറയുന്ന നോവൽ മുതൽ അവസാനത്തെ ഈ 2ാം ഊഴം വരെയുള്ള എഴുത്തിനകത്ത് തന്നെ ഉള്ള ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു ചരിത്രം, നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഓരോ കാലത്തെ ഉണ്ടാകുന്ന ചരിത്രത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചരിത്രത്തെ സാഹിത്യത്തിനകത്തേക്ക് കൂടി ഉൾപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ അത്രമേൽ സജീവമായിട്ട് ലോകത്തെ അടയാളപ്പെടുത്താൻ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന്. കാരണം പുള്ളിയുടെ വാക്കുകൾ മാത്രം മതി. പുള്ളി അത്ര ഒന്നും അധികം സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും പുള്ളി മഹാമൗനിയാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ മൗനം മുഴുവൻ അക്ഷരങ്ങളിലൂടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ മനുഷ്യൻ മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ എന്നും ലോകമുള്ളിടത്തോളം കാലം, മലയാളികളിലോടത്തോളം കാലം സജീവമായിട്ട് നിലനിർത്തുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ എഴുതിയ എഴുത്തുകളെല്ലാം, സിനിമകളിൽ തന്നെ ഉണ്ടായ പുരോഗമനപരമായ സതയം പോലത്തെ ചലച്ചിത്രം, അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥകൾ കണ്ടുപോയിട്ടുള്ള അക്ഷരങ്ങളും സുഹൃതം പോലെയുള്ള ചിത്രങ്ങൾ, പഴശ്ശിരാജ പോലെ, വടക്കൻ വീരഗാഥ പോലെ, പരിണയം പോലെയുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു വിഷയത്തെ എത്ര മനോഹരമായിട്ടാണ് ഒരു കാലത്തെ അടയാളപ്പെടുത്താനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളത് മറക്കാനാകാത്ത കാര്യമാണ്. ആരണ്യകം പോലൊരു സിനിമ, സജീവമായ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളാണ് അടക്കം. അത്തരം രീതിയിൽ പല ഘട്ടങ്ങളിൽ പല വഴികളിലൂടെ, പഞ്ചാഗ്നി പോലുള്ളൊരു സിനിമ, അതൊക്കെ എത്ര സജീവമായിട്ടാണ് ആ മനുഷ്യൻ മലയാളിക്ക് നൽകിയിട്ടുള്ളത് ഇന്നും കാണുമ്പോൾ. താഴ്വാരം പോലെ ഒരു വൈൽഡ് വെസ്റ്റ് മൂവി മലയാളത്തിൽ അതിനു മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ മഹത്തരമായിട്ടാണ് അതിന്റെ ഫ്രെയിമുകളും അതിന് ഉപയോഗിച്ച വാക്കുകൾ, ഭാഷ ഉപയോഗിച്ചിട്ട്. കാരണം അങ്ങനെ ഒരു സിനിമയ്ക്ക് എന്ത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്, എന്ത് തരത്തിലായിരിക്കും ആളുകൾ, കഥാപാത്രങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് താഴ്വാരം പോലെ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ചിട്ടുള്ള, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വിഷ്വൽസുകൾ, സാഹിത്യം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിഷ്വൽസ്, അത് നോവലുകളിലും ചെറുകഥകളിലും ഒക്കെ തെറ്റും. ഒപ്പം സിനിമയ്ക്കും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. കാരണം അത്രമേൽ സജീവമായ ഒരു മനുഷ്യന്റെ വിയോഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം പറയാനായിട്ട്, പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് അത് ചോദിക്കാം, പറയാം. അതിനുള്ള ഒരു വഴി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ വഴിയാണ് നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിഞ്ഞു പോയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. നന്ദി ശ്രീ മധുപാൽ.